ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അമിത്തായിയുടെ മകനായ യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവെഴുത്താണ്. ആത്മാവിൻ്റെ 4-ാമത്തെ ഫലമായ ദീർഘക്ഷമയെപ്പറ്റി പഠിച്ച 177-ാം എപ്പിസോഡിൽ ഈ ഭാഗം ചിന്തിച്ചിരുന്നു. അസ്രീയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനവെ പട്ടണം. ഇസ്രായേലിലെ ഏറ്റവും പ്രബല രാജാവായ യെരോബെയാം രണ്ടാമൻ്റെ ഭരണകാലത്താണ് യോനയുടെ ശുശ്രൂഷ കാലയളവ്. BC 793 മുതൽ 753 വരെ. ഇസ്രായേലിൻ്റെ മുഖ്യ ശത്രുവായിരുന്ന അസ്രിയയിലെ നിനവെ ദുഷ്ടതയാൽ നിറഞ്ഞപ്പോൾ യഹൂദനായിരുന്ന യോനാ പ്രവാചകനെ അവർക്ക് രക്ഷയുടെ മാർഗം ഉപദേശിച്ചു കൊടുക്കുവാൻ യഹോവ തിരഞ്ഞെടുത്തയക്കുകയാണ്. എന്നാൽ യഹോവ അനുതപിക്കുന്നവരോട് ക്ഷമിക്കുന്ന ദൈവമാണെന്നും നിനവെ ശിക്ഷിക്കപ്പെടുമെന്നുള്ള യഹോവയുടെ വാക്കിന് നീക്കം വരരുതെന്നും ആഗ്രഹിച്ച യോന യഹൂദന്മാരല്ലാത്തവരോട് പ്രവചിക്കുവാൻ പോകുവാനോ തൻ്റെ ശത്രുരാജ്യത്തെയും ജനത്തെയും രക്ഷിക്കുവാനോ ശ്രമിക്കാതെ തൻ്റെ പ്രവചനം നിവൃത്തിയാകാതെ വരുമെന്നുള്ള ചിന്ത കൊണ്ടോ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് കപ്പൽ കയറി. യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ച യോനയെ യേശുവിൻ്റെ ക്രൂശുമരണവും കബറടക്കത്തിൻ്റെയും മുൻകുറി എന്നവണ്ണം 3 രാവും 3 പകലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ സൂക്ഷിച്ചു. ശേഷം രക്ഷയുടെ സന്ദേശം നിനവയിലെ ജനത്തെ അറിയിക്കുവാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. യോനാ പ്രവാചകൻ നിനവയുടെ വീഥികളിൽ അവർക്ക് സംഭവിക്കുവാൻ പോകുന്ന നാശം പ്രവചിക്കുകയും രക്ഷ യഹോവയുടെ പക്കൽ നിന്നും വരുന്നുവെന്നവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു പശ്ചാത്താപം നിനവയിൽ ഉണ്ടാകുകയാണ്. യോന യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് കരുതപ്പെടുന്നുവെങ്കിലും ദൈവാശ്രയത്തോടു കൂടിയുള്ള അനുസരണമാണ് പ്രാർത്ഥന. കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായ കർത്താവ് അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനും പാപികളോട് കരുണ തോന്നുന്നവനും അടുത്തിരിക്കുന്ന നാശം പ്രവാചകന്മാരിൽ കൂടിയോ വചനത്തിൽ കൂടിയോ സ്വപ്നത്തിൽ കൂടിയോ ജനത്തെ അറിയിക്കുകയും പശ്ചാത്തപിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇന്നും അനുഭവവേദ്യമാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു മനുഷ്യനും അവനിലുള്ള ആത്മാവും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മഹാദയയുള്ള ദൈവം നമ്മുടെ പാപങ്ങൾ അനുസരിച്ച് നമ്മെ ശിക്ഷിച്ചാൽ ആർക്കും നിത്യത പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. അതെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നോർക്കുക. ദൈവം അയച്ചതനുസരിച്ച് യോനയുടെ പ്രസംഗം കേട്ട് നിനവയിലുണ്ടായ ഏറ്റവും മഹത്തായ ഒരു പശ്ചാത്താപം പോലെ നമ്മിലും യഥാർത്ഥ പശ്ചാത്താപവും രൂപാന്തരവും ഈ കാലയളവിൽ ഉണ്ടാകുവാൻ ഈ വേദഭാഗം ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.